ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീനും ഉരുളൻകിഴങ്ങും വെച്ചിട്ടുള്ളൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഉരുളൻകിഴങ്ങ് ചെറിയ കഷ്ണാക്കി നുറുക്കിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. നമുക്കൊരു വിസിലടുപ്പിച്ച് വെക്കണം. അപ്പോൾ ഒരു വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. ചെമ്മീനും ഉരുളൻകിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിലുണ്ട്, നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു സബോള അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഈ ചെമ്മീനും ഉരുളൻകിഴങ്ങും ഒരുമിച്ചിട്ട് വേവിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഉരുളൻകിഴങ്ങിൽ കൂടി ചെമ്മീൻ്റെ ആ ടേസ്റ്റ് കിട്ടണം. ഇപ്പോൾ നമ്മുടെ സബോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കണം, കരിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇത്തിരി കുറവുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം മൂത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി തക്കാളി നുറുക്കിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി ഇതുപോലെ നുറുക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് മിക്സിയിലൊന്ന് അരച്ച് ചേർത്താലും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടാലും പെട്ടെന്ന് തന്നെ അത് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് അത് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളികൾ ഇടയ്ക്ക് ഒന്ന് ഉടച്ച് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഒന്ന് വെന്ത് കിട്ടും.
തക്കാളിയും നമ്മുടെ മസാല എല്ലാം നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും ഉരുളൻകിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. നന്നായി ഇളക്കി മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് മതി. അതിനുള്ളിൽ ഇതിന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മളുടെ ചെമ്മീനും ഉരുളൻകിഴങ്ങും കൂടിയിട്ടുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ ഇളക്കി. ഒത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി എടുത്തു. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അത്. അടിപൊളിയാണ്. ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കാനും ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനും ഒക്കെ നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ്. അതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടതാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരുമിച്ച് വേവിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.